മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ശാന്ത എന്ന നോവലാണ് ഏറ്റവും പുതിയ രചന. ശാന്ത ദശരഥൻ്റെ കനിഷ്ഠപുത്രിയാണ്, ശ്രീരാമൻ്റെ ജ്യേഷ്ഠ സഹോദരി. എന്നാൽ ശാന്തയെക്കുറിച്ച് നമ്മുടെ പുരാണ കൃതികളിൽ കാര്യമാത്ര പ്രസക്തമായ പരാമർശങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ജസ്റ്റ് മെൻഷനിങ് മാത്രമാണ് ശാന്തയെക്കുറിച്ച് സംഭവിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ശാന്ത ഒരു അപ്രസക്ത കഥാപാത്രമാകുന്നത്? ദശരഥനും കൗസല്യയും അവരുടെ 4 പുത്രന്മാർക്കും ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ ഇവർക്കെല്ലാം നൽകിയ പ്രാധാന്യം, അതുപോലെ ആദി കവി ഈ കഥാപാത്രങ്ങൾക്ക് നൽകിയ പ്രാധാന്യം ശാന്തയ്ക്ക് ഒരു തരത്തിലും ലഭിച്ചില്ല. സ്ത്രീയായി ജനിച്ചു എന്നതാണ് ശാന്തയുടെ ഏറ്റവും വലിയ ശക്തിയും ദൗർബല്യവും. പക്ഷെ അതിനെ ഒരു ദൗർബല്യമായി കാണാനാണ്, ഒരപര്യാപ്തതയെ കാണാനാണ് മാതാപിതാക്കൾ അടക്കം അവൾ ജീവിച്ച കാലഘട്ടത്തിലെ പൊതുസമൂഹം മുതിർന്നത്. അത്തരമൊരു ദുര്യോഗം അവളെ കൊണ്ടുചെന്നെത്തിച്ച അനിവാര്യമായ ദുരന്തങ്ങളെക്കുറിച്ചാണ് ഈ നോവൽ പറയാൻ ശ്രമിക്കുന്നത്. രാജ്യാധികാരം കൈയാളാനുള്ള ശേഷി സ്ത്രീകൾക്കില്ല എന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ ദശരഥനും കൗസല്യയും തങ്ങളുടെ കുടുംബ സുഹൃത്തുക്കളായ ലോമപാദനും വർഷണിക്കും, വർഷണി കൗസല്യയുടെ ജ്യേഷ്ഠതി കൂടിയാണ്, ലോമപാദൻ ദശരഥൻ്റെ ആത്മസുഹൃത്തും, അവർക്ക് ദത്ത് നൽകുകയാണ് സ്വന്തം കുഞ്ഞിനെ. അതായത് മറ്റൊരു കുഞ്ഞു പോലും ആ ഘട്ടത്തിൽ അവർക്കില്ല. ശാന്ത മാത്രമുള്ള സന്ദർഭത്തിലാണ് അവളെ കൈമാറാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ അംഗരാജ്യത്ത് ലോമപാദൻ്റെയും വർഷണിയുടെയും മകളായി വളർന്ന ഘട്ടത്തിലും അവിടെയും ശാന്തയ്ക്ക് അവർ കൽപ്പിച്ച ഒരു അസ്പൃശ്യതയുണ്ട്. അവരാവോളം സ്നേഹവാത്സല്യങ്ങളൊക്കെ അവൾക്ക് നൽകുന്നുണ്ടെങ്കിലും പുരുഷൻ കൈയാളുന്ന പല കാര്യങ്ങളും സ്ത്രീ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് രാജ്യാധികാരം, ഭരണം, നിർവഹണം സ്ത്രീക്ക് ഒരിക്കലും യോജിച്ച മേഖലയല്ല എന്ന് അവർ സ്വയം തീരുമാനിക്കുകയും അത്തരമൊരു കീഴ്വഴക്കം, അത്തരം മുൻവിധികൾ അവരെ നിയന്ത്രിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ശാന്തയ്ക്ക് അവളുടെ നൈസർഗികമായ സിദ്ധികൾ അല്ലെങ്കിൽ അവളുടേതായ ചില അഭിവാഞ്ചകൾ, അവളിൽ വിശ്വാസമുണ്ട്. പക്ഷേ അവളിൽ ചുറ്റുമുള്ളവർ, ഏറ്റവും അടുത്തു നിൽക്കുന്നവർ വിശ്വസിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഒരു വിവാഹം കഴിക്കാനും കുട്ടികളെ പ്രസവിക്കാനും ഭർത്താവിനെ ശുശ്രൂഷിക്കാനും ഏറി വന്നാൽ പാചകകാര്യങ്ങൾ നിർവഹിക്കുക, അതിനപ്പുറത്ത് സ്ത്രീക്ക് മറ്റൊരു ദൗത്യമില്ല. ഒരു സ്ത്രീയുടെ ജന്മത്തിൽ, സ്ത്രീയുടെ ജീവിതത്തിൽ മറ്റ് പ്രസക്തമായ കാര്യങ്ങൾക്കൊന്നും സ്ഥാനമില്ല എന്ന് അവളോട് തന്നെ അവർ തുറന്നു പറയുന്ന ദാരുണമായ ഒരവസ്ഥയാണ് ഈ നോവൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ നോവലിലെ ശാന്ത എന്ന കഥാപാത്രം സ്ത്രീക്ക് തുല്യ പരിഗണന ലഭിക്കുന്ന, ഇവിടെ സ്ത്രീ പുരുഷ വേർതിരിവുകളെക്കുറിച്ചല്ല വ്യംഗ്യം, മറിച്ച് മനുഷ്യൻ എന്ന സംജ്ഞയെ മുൻനിർത്തിയാണ് ചിന്തിക്കുന്നത്. എല്ലാ മനുഷ്യനും തുല്യമായ അവസരങ്ങളും സാധ്യതകളും ലഭിക്കാൻ അവകാശമുള്ളവരാണ്. അത്തരമൊരു അവകാശം സ്ത്രീയായി ജനിച്ചു എന്നതിൻ്റെ പേരിൽ നിഷേധിക്കപ്പെടുന്ന നിർഭാഗ്യകരമായൊരവസ്ഥ. ഈ ഒരവസ്ഥയിലും അന്നത്തെ കാലഘട്ടത്തിൽ ഒരു സ്ത്രീക്ക് പൊരുതുന്നതിനും കലഹിക്കുന്നതിനും പ്രതികരിക്കുന്നതിനൊക്കെ പരിമിതികളുണ്ട്. ആ കാലഘട്ടം അത്തരം കർശനമായ ചില നിഷ്കർഷകൾ ചെലുത്തിയിരുന്നു സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ. ആ പരിമിതികൾക്കിടയിലും ശാന്ത നടത്തിയ മുന്നേറ്റങ്ങളുടെ, പ്രതികരണങ്ങളുടെ, പ്രതിഷേധങ്ങളുടെ സ്ത്രീക്ക് അർഹമായ പരിഗണന ലഭിക്കുന്ന മറ്റൊരാകാശം തേടിയുള്ള, മറ്റൊരു ലോകം തേടിയുള്ള അവളുടെ യാത്രയുടെ തുടക്കത്തിലാണ് ഈ നോവൽ പര്യവസാനിക്കുന്നത്. ഈ നോവൽ ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടത്തെ മാത്രം അടയാളപ്പെടുത്തുന്ന കൃതിയല്ല, എല്ലാ കാലഘട്ടത്തെയും അഭിസംബോധന ചെയ്യുന്ന ഒരു രചനയാണ് ശാന്ത.